മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പിക്ക് വരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനുണ്ടാകുന്ന ചില ധാരണകളാണ്, അവരുടെ കുറച്ച് ചിന്താഗതികളെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് അവർക്ക് തോന്നുന്നത് ഇത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം മൂന്നാമതൊരാൾക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചോ അറിയാത്തൊരു കാര്യം എങ്ങനെയാണ് അവർ മനസ്സിലാക്കി അതിന് പരിഹാരം തരുന്നത്? രണ്ടാമത് അവർ ചിന്തിക്കുന്നത് ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്നൊന്നും തീരൂല, ഒരുപാട് തവണ പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് തുടർച്ചയായിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കും ഒത്തിരി തവണ പോയി ഇത് മാറ്റുന്നതിന് നല്ലത് പോവാതിരിക്കുന്നതാണ്. മൂന്നാമതായിട്ട് അവർ ചിന്തിക്കുന്നത് എക്സ്പെൻസീവ് ആണ്. ഒരുപാട് തവണ ഇത്തരം കൺസൾട്ടേഷൻസ് എടുക്കുന്നു, കപ്പിൾസിന്റെ സെഷനുകൾ എടുക്കുന്നു, ഇൻഡിവിജ്വൽ സെഷനുകൾ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണ്. അപ്പോൾ നമ്മളുടെ ലൈഫിന് വേണ്ടി ഒരു ദാമ്പത്യ ബന്ധം ശരിയാക്കാനായിട്ട് ഇത്ര പൈസയൊന്നും ചെലവാക്കണ്ട, നമ്മളൊരു കാർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കിയത് കൊണ്ട് നഷ്ടമില്ല എന്നവർ തെറ്റായി ചിന്തിക്കുന്നു. അവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടിയാണ് ഇത് ചെലവാക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കില്ല. നാലാമതായിട്ട് അവരിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവര് ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ സൈഡിലായിരിക്കും ഈ കൗൺസിലർ നിൽക്കുന്നത്. അവരുടെ ഭാഗം പിടിച്ച് സംസാരിക്കുമോ? ഇത് പല കപ്പിൾസിനും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റിന്റെ സൈഡ് പിടിച്ച് സംസാരിക്കുന്ന ആൾക്കാരല്ല. അവരവിടെ ഒരു മീഡിയേറ്റർ ആണ്, ന്യൂട്രലായി നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടു ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് തൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയാണോ കപ്പിൾ തെറാപ്പിസ്റ്റ്? അത് അടുത്തതായിട്ട് ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഒരാളുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല കൗൺസിലറോ സൈക്കോളജിസ്റ്റോ കപ്പിൾ തെറാപ്പിസ്റ്റോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ മാറ്റി, ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈലിനോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ ഐറ്റംസിനോ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ മെക്കാനിക്കിനെ കാണിക്കും. അതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് തരം മെത്തേഡ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യാം, അത് എന്തുപയോഗിച്ചാൽ കറക്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള ഹെൽപ്പൊക്കെയാണ് ഒരു കൗൺസിലർ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ 8 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോകുന്നതും അവരെ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഒരു കപ്പിൾ കൗൺസിലിങ്ങിന് പലർക്കും വരുന്ന ഡൗട്ട്സുകൾ, മിത്സ് അല്ലെങ്കിൽ അവർ കപ്പിൾ കൗൺസിലിങ്ങിന് വരാതിരിക്കാനുള്ള കാരണങ്ങൾ.